Once again, welcome back to KCS Classes. KCS Classes മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് കണ്ടിന്യൂ ചെയ്യാണ്. നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പറാണ് ബിസിനസ് എത്തിക്സ് ആൻഡ് കോർപ്പറേറ്റ് ഗവർണൻസ്. സോ ഈ ഒരു പേപ്പറിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിനുശേഷം ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, എക്സാം റിലേറ്റഡ് ലൈവ്, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. വീഡിയോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. അസൈൻമെൻറ്റ് സപ്പോർട്ടും അവൈലബിൾ ആണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു പേപ്പറാണ്. ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ 2 ടോപ്പിക്സ് ആണ് അതിൽ വരുന്നത്. ബിസിനസ് എത്തിക്സ്, അതിനുശേഷം കോർപ്പറേറ്റ് ഗവർണൻസ്. ടോട്ടൽ 4 ബ്ലോക്കുകൾ, 2 ബ്ലോക്ക് ബിസിനസ് എത്തിക്സും 2 ബ്ലോക്ക് കോർപ്പറേറ്റ് ഗവർണൻസ് ആയിട്ട് കാണാൻ സാധിക്കും. സോ ഇതിൽ ഇപ്പം നിങ്ങൾക്ക് ആ കൂടി 2 ബ്ലോക്ക് മാത്രമേ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളൂ എങ്കിൽ ആ 2 ബ്ലോക്ക് മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റും. ഞാൻ പറഞ്ഞിട്ടായിരുന്നു 70-ൽ 21 മാർക്ക് എക്സ്റ്റേണലും ബാക്കിയുള്ളത് നമുക്ക് അസൈൻമെൻറ്റ് സപ്പോർട്ടോട് കൂടിയിട്ട് മേടിക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഇൻറ്റേർണലിന് അപ്പോൾ ഇത് നമ്മളെ കൊണ്ട് സാധിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന ഒരു കുട്ടിക്കാണെങ്കിലും പാസ്സാകാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ എന്താണ് ഇതിൽ ഷുവറായിട്ട് നമ്മുടെ എസ്സേക്ക് പ്രതീക്ഷിക്കുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. അപ്പോൾ ആ ഏരിയാസ് മാത്രം പിക്ക് ചെയ്ത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് പാസ്സാക്കാൻ പറ്റും. പിന്നെ ചില ബ്ലോക്കുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ചെറിയ ബ്ലോക്കുകൾ കൂടിയാണ്. അപ്പോൾ അതൊന്ന് ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പോൾ നിങ്ങൾ ബിസിനസ് എത്തിക്സിൻ്റെ ഏരിയയിലോട്ട് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു 2 ബ്ലോക്കുകൾ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതിൽ ബ്ലോക്ക് നമ്പർ 1 ബേസിക്സ് ആണ്. അതിൽ നിന്നൊരു എസ്സേ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ബ്ലോക്ക് നമ്പർ 1-ലെ യൂണിറ്റ് നമ്പർ 1 അതാണ് പറഞ്ഞത്, ആ ഒരു ബ്ലോക്ക്. ഇനി കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ കേസിലോട്ട് പോകുന്ന സമയത്ത് യൂണിറ്റ് നമ്പർ 2 ബ്ലോക്ക് നമ്പർ 3-ലെ ചെറിയൊരു ബ്ലോക്കാണ്. അപ്പോൾ ഒന്നും കഴിഞ്ഞില്ല, നിങ്ങൾക്ക് ബ്ലോക്ക് നമ്പർ 1-ഉം 3-യും മാത്രം പഠിച്ചാൽ തന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ പാസ്സായി. ബ്ലോക്ക് നമ്പർ 1-ലെ യൂണിറ്റ് നമ്പർ 1 പഠിച്ചു, തിയറീസ് എന്ന് പറയണ ബ്ലോക്ക് നമ്പർ 2-ലത്തെ ചില കാര്യങ്ങൾ മാത്രം നോക്കി. ബ്ലോക്ക് നമ്പർ 3-ലോട്ട് വന്ന് അതിലെ യൂണിറ്റ് നമ്പർ 2 പഠിച്ച് പിന്നെ ബേസിക്സ് യൂണിറ്റ് നമ്പർ 1-ലത്തെ കാര്യങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾ പാസ്സായി. അപ്പോൾ ഒന്നും കഴിയാത്തവർ ഈ 2 ബ്ലോക്കുകളെങ്കിലും നോക്കി പോവുക. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾ മിനിമം നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയാണ് അത് പറഞ്ഞത്. ഓക്കെ, ദെൻ പിന്നെ നല്ല മാർക്സിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ഓർഡറിൽ പഠിക്കുക. അപ്പോൾ 1 പഠിക്കാം, 3 പഠിക്കാം, പിന്നെ ഈ പറയുന്ന ബാക്കി 2, 4 അങ്ങനെ നമുക്ക് കവർ ചെയ്ത് പോകാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ബ്ലോക്ക് നമ്പർ 1-ൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുന്ന സമയത്ത് അതിൽ യൂണിറ്റ് നമ്പർ 1-ൽ ആദ്യം തന്നെ ബിസിനസ് എത്തിക്സ് ഇൻട്രോ ആണ്. അപ്പോൾ എന്താണ് ബിസിനസ് എത്തിക്സ് എന്നുള്ളത് പഠിച്ചു വയ്ക്കുക. 2 മാർക്കിന് ചോദിക്കാം. ദെൻ ഇമ്പോർട്ടൻസ് ആൻഡ് നീഡ് ഫോർ ബിസിനസ് എത്തിക്സ് 5 മാർക്കിൻ്റെ ചോദ്യത്തിലേക്ക് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ടോപ്പിക്കാണ്. നോക്കി വയ്ക്കുക കേട്ടോ. 5 മാർക്സിൻ്റെ ഇമ്പോർട്ടൻസ് ആൻഡ് നീഡ് സ്കിപ്പ് ചെയ്യരുത്. സോഴ്സസ് ഇപ്രാവശ്യം വരുമോ എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല, നിങ്ങൾക്ക് നോക്കാമെന്ന് മാത്രം. ദെൻ നെക്സ്റ്റ് ടോപ്പിക്ക് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബിസിനസ് എത്തിക്സ് ആണ്. 2 രീതിയിൽ ചോദ്യങ്ങൾ വരാം. ഒന്നുകിൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബിസിനസ് എത്തിക്സ് ഒരു എസ്സേക്ക് പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഈ ഫാക്ടേഴ്സിലെ ഏതെങ്കിലും ഒരു ഫാക്ടർ എടുത്ത് നമുക്ക് 5 മാർക്കിൻ്റെ ചോദിക്കാം. അപ്പോൾ ഒന്നുകിൽ എസ്സേ, അതല്ലെങ്കിൽ ഇപ്പോൾ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആദ്യം കാണാം, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ഫാക്ടർ നമുക്ക് എടുത്തിട്ടായിരിക്കും ചോദിക്കുക. അതർവൈസ് ഞാൻ പറഞ്ഞു അതൊരു എസ്സേക്ക് ആയിരിക്കും ചോദിക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് യൂണിറ്റ് നമ്പർ 1-ൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ 5 മാർക്സിൻ്റെ ഞാൻ പറഞ്ഞ ചോദ്യം ഇമ്പോർട്ടൻസ് ഉണ്ട്, നോക്കി വയ്ക്കുക. നീഡ്, പിന്നെ എസ്സേക്ക് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബിസിനസ് എത്തിക്സിനുള്ള സാധ്യതയുണ്ട്. അതിപ്പോൾ എസ്സേക്ക് ഇട്ടിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാക്ടർ ആവാം ചോദിക്കുക. മൂവിങ് ടു യൂണിറ്റ് നമ്പർ 2 തിയറീസ് ഓഫ് എത്തിക്സ്. ഞാൻ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു തിയറി 5 മാർക്കിൻ്റെ പ്രതീക്ഷിക്കുകയാണ് കൂടുതൽ ചെയ്യുന്നത്. ഇനിയിപ്പോൾ അതല്ലാണ്ട് തിയറീസ് മൊത്തത്തിൽ ഒരു എസ്സേക്ക് ഇടുമെന്നുള്ളത് അറിയില്ല. ഞാൻ അതിനേക്കാൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഏതെങ്കിലും ഒരാളുടെ കോൺട്രിബ്യൂഷൻ. ഇപ്പോൾ ഇതിൽ ആദ്യത്തെ കാണാം നമുക്ക്
ഫ്രൈഡ്മാൻ, രണ്ടാമത് കാണാം കാൺസ് തിയറി ഉണ്ട് രണ്ടാമത്, പിന്നെ മിൽ ആൻഡ് ബെന്താംസ് മറ്റൊരു തിയറി ഉണ്ട്. അപ്പോൾ ഇതിൽ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് വരാറ്. ഞാൻ ഇപ്രാവശ്യം കൂടുതൽ കാൺസ് തിയറി പ്രതീക്ഷിക്കുന്നുണ്ട് 5 മാർക്കിൻ്റെ ചോദ്യത്തിലേക്ക്. അപ്പോൾ അത് നോക്കി വെക്കുക കേട്ടോ, മിനിമം അത് നോക്കുക, അതിനുശേഷം ബാക്കിയുള്ളതിലേക്ക് പോവാം. കാണ്ടിൻ്റെ തിയറി പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതാണ് ഗാന്ധിയൻ അപ്രോച്ച് ഇൻ മാനേജ്മെൻറ്റ് ആൻഡ് ട്രസ്റ്റിഷിപ്പ് ഉണ്ട്. ട്രസ്റ്റിഷിപ്പ് എന്താണ് 2 മാർക്കിൻ്റെ, പിന്നെ ട്രസ്റ്റിഷിപ്പിനെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യം 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കുന്നു. ഒന്നുകിൽ ഫീച്ചേഴ്സ് ഓഫ് ട്രസ്റ്റിഷിപ്പ് ആയിരിക്കാം, നിർബന്ധമായും പഠിക്കുക, അതാണ് കൂടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്നത്. ട്രസ്റ്റിഷിപ്പിൻ്റെ ഫീച്ചേഴ്സ്, പിന്നെയുള്ളത് ഇതിൽ പ്രിൻസിപ്പിൾസ് ആണ്, അപ്പോൾ അതും വേണമെങ്കിൽ ഇടാം. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഉണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഫീച്ചേഴ്സ് ഉണ്ട്. ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കാണ്. ഇനിയിപ്പോൾ അതെടുത്തിട്ട് എസ്സേക്ക് ഇടുമെന്ന് അറിയില്ല കേട്ടോ, എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട്. എന്തായാലും ട്രസ്റ്റിഷിപ്പ് പഠിക്കുക. 5 മാർക്സിൻ്റെയിലേക്ക് ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നു. എന്താണ് ട്രസ്റ്റിഷിപ്പ്? അതിൻ്റെ ഫീച്ചേഴ്സ്, പ്രിൻസിപ്പിൾസ് ആൻഡ് ലിമിറ്റേഷൻസ് ആണ് പിന്നെ അതിൻ്റെ കൂടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഷുവർ ക്വസ്റ്റ്യൻ ആണ് ട്രസ്റ്റിഷിപ്പ് കേട്ടോ, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാതിരിക്കും. അപ്പോൾ ഇതാണ് ബ്ലോക്ക് നമ്പർ 1. അപ്പോൾ ബ്ലോക്ക് നമ്പർ 1-ലെ എസ്സേക്ക് ഞാൻ പറഞ്ഞു കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് യൂണിറ്റ് നമ്പർ 1-ലത്തെ ആ ഒരു ടോപ്പിക്കാണ്. പിന്നെ യൂണിറ്റ് നമ്പർ 2-ൽ നിന്ന് ഏതെങ്കിലും ഒരാളുടെ കോൺട്രിബ്യൂഷൻ തിയറിയിൽ, പിന്നെ ട്രസ്റ്റിഷിപ്പിൻ്റെ ഒരു ഏരിയ 5 മാർക്ക്. ഓക്കെ, that's about block number 1. Moving to block number 2, ethical decision making പിന്നെ മാനേജിങ് എത്തിക്സ്. ഇത് രണ്ടുമാണ് ഈ 2 യൂണിറ്റിൽ നമുക്ക് നോക്കാനുള്ള. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ ആദ്യം കാണാം എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് ഇൻ ബിസിനസ്, പിന്നെ സ്റ്റേജസ് ആണ്, സ്റ്റേജസ് ഇൻ എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ്. ഒരു 5 മാർക്കിൻ്റെ ചോദ്യത്തിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. ദ നെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് ആണ്. ഇതും ഒരു എസ്സേ ടോപ്പിക്കാണ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ്. എസ്സേക്ക് ഇട്ടിട്ടില്ല എങ്കിൽ ഇതിലേതെങ്കിലും ഒരു ഫാക്ടർ 5 മാർക്കിൻ്റെയിലേക്ക് ചോദിക്കാറുണ്ട്. ഇപ്പോൾ സിറ്റുവേഷണൽ ഫാക്ടർ ഉണ്ട്, ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ഫാക്ടർ ഇപ്പോൾ ഇൻഡിവിജ്വൽ ഫാക്ടർ ആയിരിക്കാം 5 മാർക്കിൻ്റെയിലേക്ക്. ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ്, അത് 5 മാർക്കിൻ്റെയിലേക്ക് ഒരു ചോദ്യം ചോദിക്കാം. അതല്ല എങ്കിൽ മുഴുവനായിട്ട് ഒരു എസ്സേ അങ്ങനെ ആയിരിക്കാം നമുക്ക് പിന്നെ പ്രതീക്ഷിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ഏരിയ എന്ന് പറയണത്. അപ്പോൾ ആ ഒരു ടോപ്പിക്കിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു. ഇനി ഞാൻ എസ്സേക്ക് പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ തന്നെ പ്രതീക്ഷിക്കുന്ന മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ഇതാണ്, എത്തിക്കൽ മോഡൽസ് ഫോർ മേക്കിംഗ് ബിസിനസ് ഡിസിഷൻസ്. എസ്സേക്ക് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ടോപ്പിക്കാണ്, നിർബന്ധമായും പഠിക്കുക. ചില സമയത്ത് ഇതിൽ ഏതെങ്കിലും ഒരു മോഡൽ എടുത്ത് 2 മാർക്കിനും ചോദിക്കാറുണ്ട്. അപ്പോൾ എത്തിക്കൽ മോഡൽസ് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്, കവർ ചെയ്തിരിക്കണം. ഇനി ഡിഫിക്കൽട്ടീസ് ആണ് മറ്റൊരു ടോപ്പിക് എന്ന് പറയണത്, നോക്കി വയ്ക്കാം. ഓക്കെ, ഡിഫിക്കൽട്ടീസിൻ്റെ ഇൻ എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് പിന്നെയുള്ളത്. അപ്പോൾ ഡിഫിക്കൽട്ടീസ് നോക്കി വയ്ക്കാം. ഡിഫിക്കൽട്ടീസ് ഇൻ എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് അഗെയിൻ 5 മാർക്സ് ക്വസ്റ്റ്യനിലേക്ക് ഉള്ളതാണ്. ലാസ്റ്റ് 10 പോയിൻറ്റ്സ് കൺസിഡർ വെൻ മേക്കിംഗ് എത്തിക്കൽ ഡിസിഷൻസും ഈ പറയുന്ന 5 മാർക്സിൻ്റെ ടോപ്പിക്സിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ എസ്സേ ടോപ്പിക് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു എത്തിക്കൽ മോഡൽസ് ആണ്. ഈ ലാസ്റ്റ് പറഞ്ഞ മോഡൽസ് എസ്സേ ടോപ്പിക്കാണ്. പിന്നെ ഫാക്ടേഴ്സിൽ ഏതെങ്കിലും ഒരു ഫാക്ടർ 5 മാർക്ക്. ദെൻ ഈ ലാസ്റ്റ് പറഞ്ഞ ഡിഫിക്കൽട്ടീസ് 5 മാർക്കിൻ്റെയിലേക്ക് സ്കോപ്പുള്ള ഏരിയ ആണ് കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു യൂണിറ്റ്. മൂവിങ് ടു നെക്സ്റ്റ് യൂണിറ്റ്, ബ്ലോക്ക് നമ്പർ 2, മാനേജിങ് എത്തിക്സ് ആണ്. കോഡ് ഓഫ് എത്തിക്സ് എന്താണ് 2 മാർക്കിൻ്റെയിലേക്ക് നിങ്ങൾക്ക് നോക്കി വയ്ക്കാം. ദെൻ പിന്നെ പ്രതീക്ഷിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കോഡ് ഓഫ് എത്തിക്സിനെ റിലേറ്റ് ചെയ്തിട്ട് കണ്ടൻസ് ഉണ്ട് നോക്കാം. അല്ലെങ്കിൽ കീ ഏരിയാസ്, ദ കോഡ് ഷുഡ് ഇൻക്ലൂഡ് ദ ഫോളോയിങ് കീ ഏരിയാസ്, എഗെയിൻ 5 മാർക്കാണ്. അല്ലെങ്കിൽ കണ്ടൻസ് ആവാം. അപ്പോൾ കണ്ടൻസ്, ഇൻറ്റഗ്രിറ്റി, യൂട്ടിലിറ്റി, ജസ്റ്റിസ്, കോമ്പിറ്റൻസ് ഒരു 5 മാർക്കിൻ്റെയിലേക്ക് നോക്കാം. നോക്കി വയ്ക്കുക. കോമ്പോണൻസിനേക്കാൾ കൂടുതൽ കണ്ടൻസിൽ ഏതെങ്കിലും ഒരെണ്ണം. പിന്നെ നെക്സ്റ്റ് എത്തിക്സ് കമ്മിറ്റീനെ പറ്റിയിട്ടുള്ള കാര്യമാണ്.
പിന്നെ ഉള്ളത് ലോ എൻഫോഴ്സിങ് എത്തിക്കൽ കണ്ടക്റ്റ് ആണ് ഇതിലുള്ളത്. അപ്പോൾ ഈ കമ്മിറ്റിയുടെ ഫങ്ഷൻസ് ഞാൻ വീണ്ടും പ്രതീക്ഷിക്കുന്നില്ല അധികം. നിങ്ങൾ ലാസ്റ്റ് ടൈം ഉണ്ടെങ്കിൽ മാത്രം നോക്കി വയ്ക്കുക. ദെൻ ലോ എൻഫോഴ്സിങ് എത്തിക്കൽ കണ്ടക്റ്റ്, ഇതിലേതെങ്കിലും ഒരെണ്ണം 5 മാർക്കിൻ്റെ പ്രതീക്ഷിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872, ലോ എൻഫോഴ്സിങ് എത്തിക്കൽ കോൺട്രാക്ട്, അതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൻ്റെ അത് നോക്കി വയ്ക്കുക കേട്ടോ. ഏതെങ്കിലും പിന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 അത് നോക്കിക്കോളൂ. അപ്പോൾ ഒരു ആക്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതെല്ലാം ലോ മൊത്തത്തിൽ ഒരു എസ്സേക്ക് എടുത്തിടാണെങ്കിൽ അത് അങ്ങനെ പ്രസൻറ്റ് ചെയ്യേണ്ടി വരും. അത് പ്രസൻറ്റ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പം ഏതെങ്കിലും ഒരു 1-2 ആക്ടുകൾ നോക്കി പോകുന്നതാണ്. ലോ പ്രസൻറ്റ് ചെയ്ത് മാർക്ക് മേടിക്കാൻ കുറച്ചൊരു പാടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലുള്ള സ്കോപ്പ് ഞാൻ പറഞ്ഞു. ഒരു ആക്ട് ചോദിക്കാം ഏതെങ്കിലും ഒരെണ്ണം. പിന്നെ നമ്മൾ പറഞ്ഞ കമ്മിറ്റി വീണ്ടും ചോദിക്കുക എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ, സാധ്യത വളരെ കുറവാണ്. അപ്പം ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് കോഡ് ഓഫ് എത്തിക്സ് എന്താണ്, അതിൻ്റെ കീ ഏരിയാസ് നോക്കുക, കണ്ടൻസ് നോക്കുക. കമ്മിറ്റി ലാസ്റ്റ് നോക്കി വയ്ക്കാം. പിന്നെ ലോ എൻഫോഴ്സിങ് എത്തിക്കൽ കണ്ടക്റ്റിലെ ഏതെങ്കിലും ഒരെണ്ണം. കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഉണ്ട്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്. അതിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. മൂവിങ് ടു ബ്ലോക്ക് നമ്പർ 3, കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ ഏരിയയിലോട്ട് ഇനി വരാണ് നമ്മൾ. അപ്പോൾ അതിൽ കോർപ്പറേറ്റ് ഗവർണൻസ് എന്താണ് ആദ്യം നോക്കി വയ്ക്കണം നിർബന്ധമായും. പിന്നെയുള്ളത് ഇതൊക്കെ നോക്കി കഴിഞ്ഞാണെങ്കിൽ നമ്മളുള്ള വരാണെങ്കിലും ബുദ്ധിമുട്ടാണ്. ക്ലോസ് 49 എന്താണെന്ന് നോക്കിയോളൂ കേട്ടോ. ഇനി കോർപ്പറേറ്റ് ഗവർണൻസിനെ പറ്റിയുള്ള കാര്യങ്ങളിലോട്ടാണ് നെക്സ്റ്റ് കിടക്കുന്നത്. ഇതിൽ പില്ലേഴ്സ് ഉണ്ട്, നോക്കാം. പില്ലേഴ്സ് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ദെൻ ഞാൻ ഇപ്രാവശ്യം കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ് ആണ്. നിർബന്ധമായി നോക്കാം കേട്ടോ. ഇമ്പോർട്ടൻസ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ് ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നു. ദെൻ നെക്സ്റ്റ് കോർപ്പറേറ്റ് ഗവർണൻസ് ഹൗ മെനി വേസ്, അല്ലെങ്കിൽ ഹിയർ ആർ സം വേസ് ഇൻ വിച്ച് കോമ്പറ്റീഷൻ ക്യാൻ ഇൻഫ്ലുവൻസ് കോർപ്പറേറ്റ് ഗവർണൻസ്, അതൊന്ന് നോക്കാം. അപ്പോൾ ഇമ്പോർട്ടൻസും ഈ കോമ്പറ്റീഷൻ എങ്ങനെയാണ് കോർപ്പറേറ്റ് ഗവർണൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ള ടോപ്പിക് അത് നോക്കുക. ഇതൊക്കെ 5 മാർക്കിൻ്റെ പ്രതീക്ഷിക്കുന്ന ഏരിയാസ് ആണ്. ദെൻ എസ്സേക്ക് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത് കീ ഇഷ്യൂസ് ഇൻ കോർപ്പറേറ്റ് ഗവർണൻസ് ആണ്. ഇപ്രാവശ്യം ഞാനത് അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ 2 ടോപ്പിക്കുകളിലോട്ട് നിങ്ങൾ എന്തായാലും ഫോക്കസ് കൊടുക്കുക. പിന്നെ 5 മാർക്കിൻ്റെ ഈ ചാപ്റ്ററിലുള്ളത് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ട് ഓർഗനൈസേഷണൽ സക്സസ് ആണ്. അത് 5 മാർക്സ് ആണ്, നോക്കി വയ്ക്കാം. അതുപോലെ തന്നെ 5 മാർക്സ് ആണ് കോൺസിക്വൻസസ് ഓഫ് വീക്ക് കോർപ്പറേറ്റ് ഗവർണൻസ്. അപ്പോൾ വീണ്ടും അത് ചോദിക്കാനേക്കാൾ കൂടുതൽ റിസ്ക് മാനേജ്മെൻറ്റ് ഉണ്ട്. പിന്നെ ഞാൻ ഒന്ന് പറയാം കേട്ടോ, റിസ്ക് മാനേജ്മെൻറ്റ് അണ്ടർ ഇന്ത്യൻ കമ്പനീസ് ആണ് ലാസ്റ്റ് കാണാൻ. അതൊന്നുമില്ല. കോർപ്പറേറ്റ് സ്കാൻഡൽസ് 2 മാർക്ക് ചോദ്യമാണ് കേട്ടോ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. പിന്നെ അതിൽ വിസിൽ ബ്ലോയിങ് നോക്കണം. വിസിൽ ബ്ലോയിങ് പലപ്പോഴും വരാറുള്ളൊരു ചോദ്യമാണ്. ഫീച്ചേഴ്സ് ഓഫ് വിസിൽ ബ്ലോയിങ് കേട്ടോ, അത് സ്കിപ്പ് ചെയ്യാതിരിക്കുക. അതിൻ്റെ ബെനഫിറ്റ്സ് നോക്കി വയ്ക്കുക. കോസസ് ഓഫ് വിസിൽ ബ്ലോയിങ്ങിനെ റിലേറ്റ് ചെയ്തുള്ളൊരു ചോദ്യം ഇടാറുണ്ട്, എപ്പോഴും ഇടാറുള്ളതാണ്. പിന്നെ 5 മാർക്സിൻ്റെ ഉള്ളൊരു ഏരിയയാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഫർമേഷൻ ഗവേണൻസ്. അപ്പോൾ ഇതൊന്ന് സമ്മപ്പ് ചെയ്യുമ്പോൾ ഇത് ബേസിക് ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഒരു 2-5 മാർക്കിൻ്റെ ചോദ്യം വരാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഞാൻ പറഞ്ഞു ഇമ്പോർട്ടൻസ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ് എന്തായാലും നോക്കുക. കോമ്പറ്റീഷൻ ആൻഡ് കോർപ്പറേറ്റ് ഗവർണൻസ് മറ്റൊരു ടോപ്പിക്ക് നോക്കുക. പിന്നെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ട് ഓർഗനൈസേഷൻ സക്സസ്, അതും നോക്കി വയ്ക്കുക. പിന്നെ വിസിൽ ബ്ലോയിങ് നോക്കാനും മറക്കരുത്. അതിൻ്റെ കോൺസിക്വൻസസും നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഈ 3-4 ടോപ്പിക്കിൽ നിന്ന് 2 എണ്ണം നിങ്ങൾക്ക് ലഭിക്കും. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു യൂണിറ്റ് കേട്ടോ. മൂവിങ് ടു നെക്സ്റ്റ് യൂണിറ്റ് CSR ആണ്. സോ CSR എന്താണെന്ന് നിർബന്ധമായും പഠിക്കണം. പിന്നെ എസ്സേ ഈ യൂണിറ്റിൽ നിന്ന് ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്നും ഒരു എസ്സേക്കുള്ള സ്കോപ്പ് ഉണ്ട്. കോർപ്പറേറ്റ് സോഷ്യൽ റിപ്പോർട്ടിംഗ് ആണ് ഇതിൽ നിന്ന് സ്കോപ്പ് ഉള്ളത്. അപ്പോൾ ഇതിൽ
ആർഗ്യുമെൻറ്റ്സ് ഫോർ CSR ഉണ്ട്, 5 മാർക്സ് ടോപ്പിക്കാണ്, അത് നോക്കിക്കോളൂ. പിന്നെ കോർപ്പറേറ്റ് സോഷ്യൽ റിപ്പോർട്ടിംഗ് ആണ് നോക്കേണ്ടത് കേട്ടോ. കീ ഫീച്ചേഴ്സ് ഓഫ് കോർപ്പറേറ്റ് സോഷ്യൽ റിപ്പോർട്ടിംഗ്, ദെൻ അതിൻ്റെ ഇമ്പോർട്ടൻസ്. ഇതാണ് essay ടോപ്പിക്ക്. ചെറിയ ടോപ്പിക്കാണ്, അപ്പോൾ ഇത് essayക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ 2 യൂണിറ്റ്, ബ്ലോക്ക് നമ്പർ 3-ലെ 2 യൂണിറ്റിലെ ഏതെങ്കിലും ഒരു essay ആണ് വരാം. അപ്പോൾ കൂടുതൽ ഇപ്രാവശ്യം ഇമ്പോർട്ടൻസ് ഓഫ് കോർപ്പറേറ്റ് സോഷ്യൽ റിപ്പോർട്ടിങ്ങിന് സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ബേസ് ആണെങ്കിൽ അതിൻ്റെ ചലഞ്ചസ് ആണ് അവിടെയുള്ള ചലഞ്ചസിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് essayക്ക് വരാറ് കേട്ടോ. മൂവിങ് ടു ബ്ലോക്ക് നമ്പർ 4, ലാസ്റ്റ് ബ്ലോക്കാണ് നോളജ് മാനേജ്മെൻറ്റ്, കോർപ്പറേറ്റ് എക്സലൻസ്. അപ്പോൾ കൂടുതൽ കോർപ്പറേറ്റ് ഇമേജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക് ഉണ്ട്, അതിൽ നിന്ന് essay പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ നോളജ് മാനേജ്മെൻറ്റ് എന്താണ് 2 മാർക്കിൻ്റെയിലേക്ക് നോക്കി വയ്ക്കുക. ദെൻ അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ പിന്നെ നമുക്ക് കാണാം ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം പ്രതീക്ഷിക്കുന്ന ഏരിയാസിലോട്ട് പോകുമ്പോൾ ഇപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, നോക്കി വയ്ക്കാം. നോളജ് മാനേജ്മെൻറ്റ് ബേസിക്സ്, ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് നോളജ് വർക്കേഴ്സ് നോക്കി വെച്ചോളൂ കേട്ടോ. ഇമ്പോർട്ടൻസ് ഓഫ് നോളജ് വർക്കേഴ്സ്, പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് കോർപ്പറേറ്റ് ഇമേജ് ആണ് നെക്സ്റ്റ്. essayക്ക് പ്രതീക്ഷിക്കുന്ന ഒരു ടോപ്പിക്കാണിത് കേട്ടോ. സ്റ്റെപ്സ് ടു ബിൽഡ് എ സ്ട്രോങ് കോർപ്പറേറ്റ് ഇമേജ്. അപ്പോൾ ഇപ്പോൾ വീണ്ടും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്, വരുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന കോർപ്പറേറ്റ് ഇമേജ് എന്താണ്, അതിന് ഇമ്പോർട്ടൻസും അതെങ്ങനെയാണ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് കേട്ടോ. ഒരു essay ടോപ്പിക്കാണ് പറഞ്ഞു. പിന്നെ നോളജ് മാനേജ്മെൻറ്റിനെ പറ്റിയിട്ട് നമ്മൾ 5 മാർക്കിൻ്റെയിലേക്കാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ എന്താണ് നോളജ് മാനേജ്മെൻറ്റ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു, അത് നോക്കി വെച്ചോളൂ. ഒബ്ജക്റ്റീവ്സും ഉണ്ട്. ഇനി ലാസ്റ്റ് യൂണിറ്റാണ്. ലാസ്റ്റ് യൂണിറ്റിലോട്ട് പോകുമ്പോൾ അവിടെ കോർപ്പറേറ്റ് എക്സലൻസ് ആണ്. അപ്പോൾ കോർപ്പറേറ്റ് എക്സലൻസ് എന്താണ് എന്നുള്ളത് നോക്കി വയ്ക്കുക. പിന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട്, ഇമ്പോർട്ടൻസ് 5 മാർക്കിൻ്റെയിലേക്കുള്ള ഒരു ടോപ്പിക്കാണ്, നോക്കാം. കോർപ്പറേറ്റ് ഇമേജിനെ പറ്റിയുള്ള ചോദ്യമാണ് പിന്നെ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. പിന്നെ ഉള്ളത് റോൾ ഓഫ് ഡയറക്ടേഴ്സ് ആണ്, അത് essay ടോപ്പിക്കാണ്. വീണ്ടും ഇടുക എന്നുള്ളത് നമുക്ക് സാധ്യത കുറവാണ്. നമുക്ക് ലാസ്റ്റ് ടൈമിൻ്റെ ബേസിൽ നോക്കാം. essayക്ക് കോർപ്പറേറ്റ് ഇമേജോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനെ പറ്റിയുള്ള ചോദ്യമാണ് വരാറ്. ഫങ്ഷൻസ് ഉണ്ട്, കീ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്, 5 മാർക്സ് ചോദ്യം. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ പഠിക്കുക കേട്ടോ. അപ്പോൾ 2 സാധ്യതകളാണ്, ഒന്നെങ്കിൽ കോർപ്പറേറ്റ് ഇമേജ്, അതല്ലെങ്കിൽ ഈ പറയുന്ന ഡയറക്ടേഴ്സിൻ്റെ റൂള്. ഇതിലേതെങ്കിലും ഒരെണ്ണമാണ് വരാറ്. ഓക്കെ, അപ്പോൾ അതെന്തെങ്കിലും നോക്കാം. പിന്നെ കോർപ്പറേറ്റ് എക്സലൻസ് 5 മാർക്സിൻ്റെയിലേക്കാണ് കണ്ടുവരാറ് കേട്ടോ. കോർപ്പറേറ്റ് എക്സലൻസിൻ്റെ ഈ 10 പീസ് ചോദിക്കാം. 10 പീസ് വിച്ച് ആർ റിക്വയർഡ് ഫോർ കോർപ്പറേറ്റ് എക്സലൻസ് 5 മാർക്കിൻ്റെയിലേക്ക് ചോദിക്കാം. ഓക്കെ, പിന്നെയുള്ളത് അച്ചീവിങ് എക്സലൻസ് ഇൻ കോർപ്പറേറ്റ് വർക്ക് പ്ലേസ് എങ്ങനെയാണെന്നുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് 10 പീസ് ചോദിക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് അച്ചീവ് ചെയ്യുക കോർപ്പറേറ്റ് എക്സലൻസ് വർക്ക് പ്ലേസിൽ, അതും 5 മാർക്ക് ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ്. ഇപ്പോൾ നമുക്ക് ഓപ്ഷൻസ് കൂടുതലുള്ളതുകൊണ്ടാണ് ചോദ്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 ചോദ്യങ്ങൾ 5 മാർക്കിൻ്റെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എക്സാമിന് പ്രതീക്ഷിക്കാം. പിന്നെ essayക്ക് 4 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ എല്ലാ ബ്ലോക്കുകളിൽ നിന്നും essay ഇടുന്നുണ്ട്. 2 മാർക്സിൻ്റെയാണ് കുറച്ചൊരു ഏറ്റവും കുറവ് അല്ലേ, 8 എണ്ണം മാത്രമായിട്ട് വരുന്നത്. അപ്പോൾ അതിലും ഓപ്ഷൻസ് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞാൽ കൂടുതലുണ്ട്. അപ്പോൾ ഇതൊക്കെ എക്സാമിന് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിർബന്ധമായും നോക്കുക, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഒന്നും കഴിയാത്തവർ ബ്ലോക്ക് 1ഉം 3ഉം പഠിച്ചാൽ തന്നെ പാസ്സായി. പിന്നെ ബാക്കിയുള്ള ബ്ലോക്കുകളിലോട്ട് ഞാൻ പറഞ്ഞ പോലെ നോക്കുകയാണെങ്കിൽ 5 മാർക്സിലോട്ട് എത്തിച്ചേരാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇനി ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.